അമ്മ എന്താ ആലോചിക്കുന്നത്? ആ ലക്ഷണം കെട്ടവള് നിന്റെ മുറിയിലേക്ക് താമസത്തിന് കയറിയപ്പോഴേ തുടങ്ങി എനിക്ക് എരണക്കേട്. അതെ അമ്മേ, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. ഒരുപാട് കാലം അവളും അവളുടെ കുഞ്ഞിവിടെ നിന്നാ അത് നമുക്ക് ആപത്താ. ഇപ്പൊ തന്നെ അവളോടും കുഞ്ഞിനോടും എല്ലാവർക്കും ഒരു പ്രത്യേക സെന്റിമെന്റ്സാ. നമുക്ക് അവളോടൊന്ന് സംസാരിച്ചു നോക്കാടാ. കുറച്ചധികം ക്യാഷ് ചെലവാക്കിയാലും കുഴപ്പമില്ല. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവളെയും കുഞ്ഞിനെയും ഒതുക്കാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനാണോ അമ്മയുടെ പ്ലാൻ? അല്ല, അങ്ങനെ അല്ലാതെ തന്നെ അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ദാരിദ്ര്യത്തിന്റെ മുകളില് എന്ത് കച്ചവടവും നടക്കൂടാ മോനെ. കൊട്ടേഷൻ ഒന്നും വേണ്ട. നല്ലൊരു കൊട്ടേഷൻ പാർട്ടിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ പകുതി അവൾക്ക് കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ കൊന്നു കളയുന്ന അവളെ ചെറുതായി ഒന്ന് വിരട്ടിയാലേ പെട്ടിയും കിടക്കയും എടുത്തോണ്ട് പൊടിയും തട്ടി അവൾ അവളുടെ പാട്ടിന് പൊയ്ക്കോളും. അത് ശരിയാ അമ്മേ. അതിന് സമയമുണ്ട്. പക്ഷേ ഇനി ഒട്ടും വൈകിക്കാതെ ഉടനെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതെന്താ അമ്മേ? നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള കരുത്തരായ നമ്മുടെ ശത്രുക്കൾ, അവരെ നേരിടാൻ നമുക്ക് സമയമായി. ആദ്യം പത്മാവതി എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അവളെ ഒതുക്കണം. അതിനുശേഷമേ നമ്മുടെ ഇടയിലേക്ക് അവസാനം വന്നു കയറിയ പുതിയ അതിഥിയെ വന്നതുപോലെ തിരിച്ചു പറഞ്ഞു വിടണം. ആരെ? എടാ, ആ റോഹനെ. അത് ഞാൻ ഏറ്റു അമ്മേ. പിന്നെ പത്മാവതി അമ്മ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആണോ? അതെ അമ്മേ. അമ്മായിയെ പിന്തുടരാൻ ഞാൻ ഒരുത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ അമ്മയെ ഫോളോ ചെയ്തു. അവരുടെ വീടൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ എനിക്കൊരു ഉത്തരവ് മാത്രം തന്നാ മതി, നമുക്കമ്മയെ തൂക്കാം. മിടുക്കൻ. നീയാടാ അമ്മയുടെ ചുണക്കുട്ടി. ദീപക്കേ, നീ പോ.